ജൂലൈ 19-നുണ്ടായ ക്രൗഡ് സ്ട്രൈക്ക് തകരാറുകൾ ഭാവിയിൽ ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ്. ഇതിനെ തടുക്കാൻ കഴിയില്ലെന്നും കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് തേർഡ് പാർട്ടി പ്രവേശനത്തിന് അനുവാദം നൽകിയ യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തെ മൈക്രോസോഫ്റ്റ് കുറ്റപ്പെടുത്തി. ഒരു ദിവസത്തിലേറെ ലോകത്തെ 800 കോടിയിലധികം കമ്പ്യൂട്ടറുകളെ ബാധിച്ച തകരാറിന് കാരണം ക്രൗഡ് സ്ട്രൈക്ക് പോലുള്ള കമ്പനികളുടെ ഇടപെടലാണെന്നാണ് മൈക്രോസോഫ്റ്റ് ആരോപിക്കുന്നത്. അതേസമയം ഇത് സുരക്ഷാ വീഴ്ചയോ സൈബർ ആക്രമണമോ ആയി ബന്ധപ്പെട്ട പ്രശ്നമല്ലെന്നും പ്രശ്നം പരിഹരിക്കാൻ കമ്പനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുവെന്നും ക്രൗഡ് സ്ട്രൈക്ക് അധികൃതർ പറഞ്ഞു. മെഡിക്കൽ, വ്യോമയാന മേഖലകളെ ഉൾപ്പെടെ നിരവധി മേഖലകളെ മൈക്രോസോഫ്റ്റ് തകരാർ സാരമായി ബാധിച്ചിരുന്നു. എന്നാൽ ആപ്പിൾ ഉപഭോക്താക്കളെ ഈ തകരാർ ബാധിച്ചിരുന്നില്ല. അതേസമയം തകരാർ ബാധിച്ച കമ്പ്യൂട്ടറിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകാമെന്ന വാഗ്ദാനവുമായി ഉപഭോക്താക്കളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഹാക്കിംഗ് സംഘങ്ങളുടെ പേരുകൾ ക്രൗഡ് സ്ട്രൈക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. പുതിയ ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ് ലോകവ്യാപകമായി കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം തകരാറിലാവാൻ കാരണമായത്. ക്രൗഡ് സ്ട്രൈക്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ മുൻനിര കമ്പനികളും വിമാനത്താവളങ്ങളുമെല്ലാം ഇതോടെ പ്രതിസന്ധിയിലായി. ചെക്ക് ഇൻ ചെയ്യാനും ബാഗേജ് ക്ലിയറൻസ് നടത്താനും പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. ഈ തകരാർ ലോകത്താകമാനം വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ക്യാൻസർ രോഗിയായ 41-കാരിയുടെ മസ്തിഷ്കത്തിൽ നടത്താനിരുന്ന ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വെള്ളിയാഴ്ചയാണ് ചാൻഡലെ മൂണി എന്ന സ്ത്രീയെ അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയയാക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു മൈക്രോസോഫ്റ്റിന് സാങ്കേതിക തകരാർ സംഭവിച്ചത്. 3 ആഴ്ച മുൻപ് ശരീരത്തിന്റെ ഒരു വശത്ത് തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ 4 സെന്റിമീറ്ററോളം വലുപ്പമുള്ള ഒരു മുഴ കണ്ടെത്തി. അടിയന്തരമായി ഇത് നീക്കം ചെയ്യണമെന്നും ഡോക്ടർ ചാൻഡലയെ അറിയിച്ചു. 2022 ഫെബ്രുവരിയിൽ ഇവർക്ക് ഗർഭാശയമുഖ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം 4ാം ഘട്ടമായതിനാൽ കൃത്യമായി ചികിത്സ നൽകിയാൽ മാത്രമേ ചെറിയ ശതമാനമാണെങ്കിലും ഭേദമാകാനും നീണ്ടകാലത്തേക്ക് ജീവൻ നിലനിർത്താനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ആശുപത്രിയിൽ തന്റെ ശസ്ത്രക്രിയക്കായി കാത്തിരുന്ന വേളയിലാണ് ചാൻഡല ടിവിയിൽ മൈക്രോസോഫ്റ്റ് തകരാർ സംബന്ധിച്ച വാർത്ത കണ്ടത്. പിന്നാലെ ശസ്ത്രക്രിയക്ക് പ്രധാനപ്പെട്ട സ്കാനുകൾ, അടിയന്തര മരുന്നുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ എന്നിവയെല്ലാം പരിശോധിക്കേണ്ടതിനാൽ മൈക്രോസോഫ്റ്റ് സംവിധാനങ്ങളില്ലാതെ ശസ്ത്രക്രിയ തുടരാനാവില്ലെന്ന് ഡോക്ടർമാർ അവരെ അറിയിക്കുകയായിരുന്നു. IT സംവിധാനങ്ങൾ നിശ്ചലമാകാൻ കാരണമായ പ്രശ്നം മൈക്രോസോഫ്റ്റ് അംഗീകരിച്ചിരുന്നു. പിന്നാലെ തകരാർ പരിഹരിച്ചുവെന്നും സേവനങ്ങൾ വീണ്ടെടുത്തുവെന്നും മൈക്രോസോഫ്റ്റ് അറിയിച്ചിരുന്നു.